നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കിയാൽ പ്രീമിയത്തിന്റെ 3 ഇരട്ടി പിഴ ഈടാക്കും. ആവർത്തിച്ചാൽ പിഴ 5 ഇരട്ടിയും ഈടാക്കും. പുത്തൂർ പഞ്ചായത്തിലെ മുരിക്കുംപാറ ചവറാംപാടം റോഡിൽ വൻ ഗർത്തം. പൈപ്പുകൾ സ്ഥാപിക്കുവാൻ കുഴിച്ച കാനകൾ മൂടാതിരുന്നതാണ് കാരണം. ഇന്ത്യൻ സൈന്യത്തിലെ മികച്ച തൊഴിലവസരങ്ങളിലേക്ക് കേരളത്തിലെ യുവജനങ്ങളെ ഒരുക്കിയെടുക്കുവാൻ കർമ്മപദ്ധതികൾ വേണമെന്ന് മേജർ PG സ്റ്റൈജു. സംസ്ഥാനത്ത് റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില കുതിക്കുന്നത് തുടരുന്നു. ഒരു പവന് 560 രൂപ വർദ്ധിച്ചതോടെ പവന് 75,760 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. ഇൻഷുറൻസ് ഇല്ലാതെ റോഡിലിറക്കിയാൽ 5 ഇരട്ടി പിഴ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴയിൽ കുത്തനെ വർധനവ് വരുത്തുവാൻ നിർദ്ദേശിച്ചത് റോഡ് ഗതാഗത മന്ത്രാലയം. മോട്ടോർ വാഹന നിയമത്തിലെ ഒരു കൂട്ടം ഭേദഗതികളിലൂടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കിയാൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 3 ഇരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ 5 ഇരട്ടിയും പിഴ ഈടാക്കണമെന്നാണ് നിർദ്ദേശം. നിലവിൽ ആദ്യ തവണത്തെ കുറ്റത്തിന് 2000 രൂപയും കുറ്റം ആവർത്തിച്ചാൽ 4000 രൂപയും 3 മാസം വരെ തടവുമാണ് ശിക്ഷ. എന്നാൽ ഭേദഗതി പ്രകാരം നിയമലംഘകർ ആദ്യ തവണ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 3 ഇരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ 5 ഇരട്ടിയും അടയ്ക്കേണ്ടി വരും. സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലെ വർധനവ് തടയുന്നതിനും നിയമം കൂടുതൽ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ നീക്കം. കൂടാതെ വേഗപരിധിയെക്കുറിച്ചുള്ള ദീർഘകാലമായുള്ള ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനായി ദേശീയ പാതകളിലെയും എക്സ്പ്രസ് വേകളിലെയും വേഗപരിധി കേന്ദ്രം നിശ്ചയിക്കണമെന്നും സംസ്ഥാന പാതകളിലെയും മറ്റു റോഡുകളിലെയും വേഗപരിധി സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലെ സംവിധാനത്തിൽ ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും കേന്ദ്രം ഔദ്യോഗികമായി പരമാവധി വേഗപരിധി നിശ്ചയിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങൾ സാധാരണയായി ഈ പാതകളിൽ കുറഞ്ഞ വേഗപരിധിയാണ് ഏർപ്പെടുത്തുന്നത്. ഈ ഏകരൂപമില്ലായ്മ പലപ്പോഴും ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും സംസ്ഥാനങ്ങൾ നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നതിനെ ഡ്രൈവർമാർക്ക് പിഴ ചുമത്തുവാൻ ഇടയാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും കരട് ഭേദഗതികൾ കർശനമായ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് നിർബന്ധിത ഡ്രൈവിംഗ് ടെസ്റ്റ് ആവശ്യമാകും. ഇതിനു പുറമെ 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകേണ്ടിയും വരും. മന്ത്രിസഭയുടെ അംഗീകാരം തേടുന്നതിനു മുൻപായി നിർദ്ദിഷ്ട ഭേദഗതികൾ മറ്റു മന്ത്രാലയങ്ങളുടെ അഭിപ്രായത്തിനായി കൈമാറിയിട്ടുണ്ട്. വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി മുരിക്കുംപാറ ചവറാംപാടം റോഡിലെ വൻ ഗർത്തം കണ്ടിട്ടും കണ്ണടച്ച് അധികാരികൾ. പുത്തൂർ, പാണഞ്ചേരി, നടത്തറ എന്നീ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുത്തൂർ പഞ്ചായത്തിലെ പ്രധാന റോഡാണിത്. നിരവധി സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്ന ഈ റോഡിന്റെ അവസ്ഥയിപ്പോൾ ഒരു ഞാണിന്മേൽ കളിയാണ്. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുവാൻ റോഡിൽ കാന കീറിയത് കൃത്യമായി മൂടാത്തതാണ് റോഡ് അപകടക്കെണിയാവാൻ കാരണമായത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ കാനയിലെ മണ്ണ് മുഴുവൻ വെള്ളത്തോടൊപ്പം കുത്തിയൊലിച്ചുപോയി. ഇതോടെ റോഡിൽ വൻ ഗർത്തമാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് 4ഓളം അപകടമാണ് ഇവിടെ ഉണ്ടായത്. റോഡിലെ വളവ് തിരിഞ്ഞു വരുന്ന വാഹന ഡ്രൈവർമാർക്ക് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് റോഡിലെ ഗർത്തം കാണാൻ കഴിയുക. ഇതോടെ വാഹനം വെട്ടിച്ച് മാറ്റുവാൻ ശ്രമിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. ഏകദേശം 100 മീറ്ററോളം ദൂരത്തിലാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടത്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ഈ ഡ്രെയിനേജ് ഇനി 100 മീറ്ററും കൂടി പൂർത്തിയാവാനുണ്ട്. 100 മീറ്റർ കൂടി പൂർത്തിയാവുന്നതിന് മുമ്പ് കരാറുകാരൻ ബില്ല് മാറിപ്പോയി. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് താഴെ മുരിക്കുംപാറ സെന്ററിൽ. ഇത് ഈ വളവ് വരെ ഡ്രെയിനേജ് എടുത്തിട്ടുള്ളൂ. അതിന്റെ താഴേക്ക് അങ്ങനെ തന്നെ മണ്ണിടിഞ്ഞ് ഡ്രെയിനേജ് ഇല്ലാണ്ട് കിടക്കുകയാണ്. ഈ വെള്ളം മുഴുവനും റോഡിന്റെ നടുക്കൂടിയാണ് പോണത്. ഇവിടെ 5-6 സ്കൂളുകളിലേക്കുള്ള ബസ്സുകൾ ഇതിൽ ഡെയിലി പോണതാണ്. ബസ്സിന് പോലും കഷ്ടി ഇതിൽ കടന്നു പോകാൻ പറ്റുന്നില്ല. ഒരു 3 അടി 4 അടി താഴ്ചയിലാണ് റോഡിന് ചേരെ ഈ കുഴി കിടക്കുന്നത്. അപ്പോൾ ഇനി ഒരാൾ മരിച്ചതിന് ശേഷമാണോ അധികാരികൾ കണ്ണു തുറക്കാന്ന് അറിയില്ല. അപ്പോൾ എത്രയും വേഗം ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ പല അപകടങ്ങളും നടക്കും. ഇന്ന് തന്നെ 3ാമത്തെ അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം അധികാരികൾ ഇത്
ഇത് ഈ നാട്ടുകാർ പറയുന്ന ഇത് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇവിടെ മറിഞ്ഞ വണ്ടിയുടെ ചില്ലാണ് കിടക്കുന്നത്. അപ്പൊ എത്രയും വേദന ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് പറയാനുള്ളത്. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല. ജില്ലാ പഞ്ചായത്തിന്റെ അധികാരപരിധിയിലുണ്ടായിരുന്ന റോഡ് കഴിഞ്ഞ 2 വർഷം മുൻപാണ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി റോഡിന്റെ പുനർനിർമ്മാണ നടപടികൾ ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയാണ്. നിലവിൽ കരാറെടുത്ത കരാറുകാർ പണികൾ പൂർത്തിയാക്കാതെ കരാർ ഒഴിഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും അപകടമുണ്ടായി മനുഷ്യജീവൻ പൊലിയുന്നതുവരെ കാത്തുനിൽക്കാതെ എത്രയും വേഗം റോഡിലെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നും അല്ലാത്ത പക്ഷം ജനങ്ങളുടെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും മുൻ വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു. ഈ റോഡിനെ സംബന്ധിച്ച് 3 പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റോഡാണ്. ഒന്ന് പുത്തൂർ പഞ്ചായത്ത്, നടത്തറ പഞ്ചായത്ത്, പാണഞ്ചേരി പഞ്ചായത്ത്. ഇതിൽ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഇത് 2 വർഷം മുൻപാണ് 2 വർഷം മുൻപ് അതിന് മുൻപാട് ജില്ലാ പഞ്ചായത്ത് റോഡായിരുന്നു. ജില്ലാ പഞ്ചായത്ത് റോഡായിരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് മെയിൻ്റനൻസ് ഒക്കെ നന്നാക്കി നടത്തി പോകുന്നു. പിന്നീട് 2 വർഷം മുൻപാടാണ് നമ്മുടെ ടി എൻ പ്രതാപൻ MP-യുടെ പ്രപ്പോസൽ പ്രകാരം ഇത് PMJCY പ്രധാനമന്ത്രിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുരിക്കമ്പാറ ചവറാമ്പാടം റോഡ് വരെ ഏകദേശം 6 കോടി ചില്ലറ രൂപയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഒരു ടെൻഡർ കഴിഞ്ഞ 6 മാസക്കാലം മുൻപ് ടെൻഡർ പൂർത്തീകരിച്ചു. ടെൻഡർ എടുത്ത ആൾ ആ പകുതി ഡ്രെയിനേജ് എടുത്ത് പണി കഴിഞ്ഞ് അവർ പിന്നീട് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞ് പോകാനാണ് ഉണ്ടായത്. പിന്നെ ഈ റോഡ് ഇങ്ങനെ തകർന്നതിൻ്റെ കാരണം നമ്മുടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ ഇട്ടു. പൈപ്പ് ലൈൻ ഇട്ട് അവിടുന്ന് മുതൽ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്ത് മുതൽ ഇങ്ങനെ മുരിക്കുംപാറ സെൻറ്റർ വരെ ഡ്രെയിനേജ് എടുത്ത് അതാണ് ഏറ്റവും കൂടുതൽ റോഡ് തകരാനുള്ള കാരണം. ആ PMJCYയിലെ കരാറുകാർക്ക് ആണ് ഇത് ഈ ജലജീവൻ പദ്ധതിയുടെ എയും എക്സിയും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തെന്നാണ് പറയണത്. ഇത് മെയിൻ്റനൻസ് നടത്താൻ ഇതുവരെ ആയിട്ടും ഒരു നടപടി ആയിട്ടില്ല. ഇപ്പോൾ 3-4 വണ്ടികൾ ഇപ്പോൾ ഇന്ന് കാലത്ത് 2 വണ്ടി ഇവിടെ മറിഞ്ഞു. വളരെ ഒരു ജീവൻ രക്ഷിച്ച് അവരുടെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ നമുക്കൊരു ബൈക്ക് വന്നാൽ ബൈക്കിന് സൈഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതിനെ ഞാൻ പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളും ആയിരക്കണക്കിന് ആളുകളും ആയിരക്കണക്കിന് വണ്ടികളും വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3 പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിൻ്റെ ശോചനാവസ്ഥ അധികാരികളുടെ കണ്ണിൽ കാണാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് നമ്മൾ അധികാരികളെ കണ്ണ് തുറക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളെ ഇങ്ങനെയൊരു കാര്യങ്ങൾ നിങ്ങൾ ചാനലുകാരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ നിയമ നടപടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഇതിനകത്ത് ഈ ഇപ്പോഴത്തെ PMJCYയുടെ ആദ്യത്തെ ടെൻഡർ ഒഴിഞ്ഞു. ടെൻഡർ ആൾ പോയി. രണ്ടാമത് PMJCYയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഇന്ന് PMJCYയുടെ എക്സും എയും ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഈ കരാറുകാരൻ കരാർ എടുത്ത ആൾ കൊട്ടേഷൻ വെച്ചിട്ടില്ല. ടെൻഡറിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാൻ ഉള്ള നോട്ടീസ് കൊടുത്തിട്ടുള്ളൂ. അത് എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുറയ്ക്ക് ഇത് കോർവേസ്റ്റ് അടിച്ച് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അത്ര നേരം നിൽക്കാൻ പറ്റില്ല. കാരണം ഏത് നിമിഷവും ഇവിടെ അപകടം ഉണ്ടാവാം. ആളുകളുടെ ജീവനാണ് വലുത്. നമുക്ക് ഈ നാട്ടിലെ ഏറ്റവും മനുഷ്യജീവനാണ് വലുത്. മനുഷ്യജീവനെ പോലും കാണാത്ത അധികാരികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ണു തുറക്കുന്നതിന് വേണ്ടി അടുത്ത നടപടി നമ്മൾ സമരപരിപാടികളായിട്ട് അടുത്ത ദിവസം നമ്മൾ പോകും എന്ന് നാട്ടുകാർക്ക് വേണ്ടി. ഇവിടെ നാട്ടുകാർ മൊത്തം ഇതിന് ഭയങ്കര പ്രതിഷേധമാണ്. ജനങ്ങൾ മൊത്തം പ്രതിഷേധമാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ സർക്കാർ ബന്ധപ്പെട്ട ആളുകൾ ഇടപെടണമെന്ന് മാത്രം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ NV സമീറ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രജിസ്ട്രേഷൻ പുതുക്കൽ, സീനിയോറിറ്റി ലിസ്റ്റിന്റെ പരിശോധന, രജിസ്ട്രേഷൻ പ്രാഥമിക ഘട്ടം എന്നിവ സ്വയം ചെയ്യാവുന്ന വിധം സന്ദർശക ഇരിപ്പിട ഹാളിൽ കമ്പ്യൂട്ടറുകളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇനി മുതൽ സ്മാർട്ട് രജിസ്ട്രേഷൻ കാർഡുകൾ നൽകും. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ കാണാം. ടെലിവിഷൻ ഡിസ്പ്ലേ, കടലാസ് രഹിത ഓഫീസ്, തണുത്ത ചൂടുള്ള കുടിവെള്ളം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ TG ബിജു, അശോകൻ, റൈൻ തോമസ്, അജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. സൈന്യത്തിലേക്ക് കേരളത്തിലെ യുവജനങ്ങൾ കടന്നുവരണമെന്ന് മേജർ PJ സ്റ്റൈജോ. ഇന്ത്യൻ സൈന്യത്തിലെ മികച്ച തൊഴിലവസരങ്ങളിലേക്ക് കേരളത്തിലെ യുവജനങ്ങളെ ഒരുക്കുന്നതിനായി കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മേജർ PJ സ്റ്റൈജോ. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടന്ന യുവ ഉത്സവ് 2025 സൈന്യത്തിലെ തൊഴിലവസരങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജോ.
കേരളത്തിലെ യുവജനങ്ങൾക്ക് സൈനിക തൊഴിലവസരങ്ങളിലേക്ക് പരിശീലനം നൽകുന്ന പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കണമെന്നും അതിനായി സൈന്യത്തിലെ റിട്ടയർ ചെയ്ത വിമുക്ത ഭടന്മാരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CBC ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബു മനാഫ് കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ കെ ബിൻസി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ 7 കേരള ഗേൾസ് ബറ്റാലിയൻ NCC ഓഫീസർ ലഫ്റ്റനന്റ് മിനി TJ, അംജിത് ഷേർ, ഡോക്ടർ കെ ശ്രീരഞ്ജിനി, ബിജു ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സെമിനാറിൽ NCC NSS കേഡറ്റുകൾ പങ്കെടുത്തു. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് മാസം ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സർക്കാർ അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, PDCA ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, DCA കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. SSLC യോഗ്യതയുള്ളവർക്ക് DCA കോഴ്സിനും +2 യോഗ്യതയുള്ളവർക്ക് DCA കോഴ്സിനും, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് PGDCA കോഴ്സിനും, പോളി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് PDDCA കോഴ്സിനും അപേക്ഷിക്കാം. SC/ST വിഭാഗക്കാർക്ക് ഗ്രാന്റ്സ് ആനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമായി വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 048722507551. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 അധ്യയന വർഷത്തിൽ BA ഇംഗ്ലീഷ്, BSc മാത്തമാറ്റിക്സ്, BCom ഫിനാൻസ് എന്നീ വിഷയങ്ങളിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 12 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് മുൻപായി കോളേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 046622703335 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ K-സ്മാർട്ട് സേവനങ്ങൾക്ക് പുതുക്കിയ സേവന നിരക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ലെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് സെക്രട്ടറി AD ജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർവീസ് ചാർജുകൾ പുതുക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെ ഇപ്പോൾ ഇറക്കിയ സർവീസ് ചാർജ് 8 വർഷം മുൻപ് നിശ്ചയിച്ച തുക തന്നെയാണ്. ഈ നിരക്ക് യൂണിയൻ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. യൂണിയനുമായി കൂടിയാലോചിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മതിയായ വേതനം ലഭിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ VT ശോഭന, V സന്തോഷ്, ഷംസു കല്ലൂർ തുടങ്ങിയവരും പങ്കെടുത്തു. ഞങ്ങളും ആ കമ്മിറ്റിയിലുള്ളതാണല്ലോ, ഞാൻ ആ കമ്മിറ്റിയിലെ പ്രതിനിധിയാണ്. എന്നെ വിളിച്ചില്ലല്ലോ, ചോദിച്ചില്ലല്ലോ. ഇത് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചനയാണ്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോ ഏറ്റവും സുതാര്യമായി, ലളിതമായും ആളുകളുമായി ഒരു സിസ്റ്റമായി പ്രവർത്തിക്കുന്നു. സർക്കാർ ഓഫീസുകളിൽ ആർക്കും ചെല്ലേണ്ടതില്ല. കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും വളരെ സുതാര്യമായ രീതിയിൽ ഗവേണൻസ് നടപ്പിലാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലേക്ക് അവരെത്തുന്നില്ല, അവരുദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രയാസമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആരും പോകേണ്ടതില്ലല്ലോ. അപ്പോ ഞങ്ങൾ ഇതിനെതിരല്ല. ഞങ്ങൾ സർക്കാരിന്റെ ഇത്തരം സേവനങ്ങൾ ലളിതമായി എത്തിക്കുന്നതിന് വേണ്ടി സ്വയം തയ്യാറായി വന്ന ആളുകളാണ്. സ്വയം തയ്യാറായി വരും എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അക്ഷയ കേന്ദ്രങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ല. സർക്കാർ തീരുമാനിക്കുന്ന സ്ഥലത്ത് അപ്ലിക്കേഷൻ കോൺഫർ ചെയ്യുമ്പോൾ അവിടെ അപ്ലിക്കേഷൻ അയച്ച് അവിടെ പരീക്ഷയ്ക്ക് ക്ഷണിച്ച്, പരീക്ഷ ക്ഷണിക്കണം, അപേക്ഷിച്ചവരെ പോലും ക്ഷണിക്കൂല. ആ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ പരീക്ഷയിൽ പാസ്സായി ആ കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ള ആളുകളെ മാത്രമാണ് ഇന്റർവ്യൂ ക്ഷണിക്കുന്നത്. ആ ഇന്റർവ്യൂവിലെ 1ാം റാങ്കുകാരന് മാത്രമാണ് പ്രദേശത്ത് കിട്ടുക. ഒരാൾക്ക് കിട്ടുള്ളൂ. അതും പറയുന്ന രീതിയിൽ ചെയ്യണം. അതിന്റെ സ്ക്വയർ ഫീറ്റും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ ആ രീതിയിൽ ഉണ്ടാവണം. പറയുന്ന സ്ഥലത്ത് അയാൾക്ക് വാടകയ്ക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് തുടങ്ങാൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങുന്ന ഒരു കേന്ദ്രമാണ്. ഇതിന് സർക്കാരിന് ഒരു പണം പോലും ഇല്ല. പക്ഷെ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം വേണ്ടേ, സംരക്ഷിക്കണ്ടേ? സർക്കാർ ഇലക്ട്രിസിറ്റിയോ കുടിവെള്ളമോ ഇന്റർനെറ്റോ അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങളോ ഒന്നും തരുന്നില്ല. എല്ലാം വാങ്ങേണ്ടത് ഈ നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ഇതിന്റെ വാടകയും അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. തുടർന്ന് ഈ നടത്തുന്ന ആളുകൾക്ക് ജീവിക്കണ്ടേ? എവിടെ നിന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത്? അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോ ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി
SRK Gold and Diamonds, Kalathod, Thrissur. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. കല, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, IT മേഖല, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം, അസാമാന്യ ധൈര്യത്തിലൂടെ നടത്തിയ പ്രവർത്തനം എന്നീ മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിച്ച 6-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ 6 മുതൽ 11 വയസ്സുവരെയും 12 മുതൽ 18 വയസ്സുവരെയുമുള്ള 2 പ്രത്യേക വിഭാഗങ്ങളായിട്ടും, ഭിന്നശേഷി വിഭാഗത്തിൽ 6 മുതൽ 11 വരെയും 12 മുതൽ 18 വരെയുമുള്ള പ്രത്യേക വിഭാഗങ്ങളായിട്ടാണ് പരിഗണിക്കുക. സാക്ഷ്യപത്രങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, കുട്ടികളുടെ പേരിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പകർപ്പ്, കലാപ്രകടനങ്ങൾ ഉൾക്കൊള്ളുന്ന CD പെൻഡ്രൈവിൽ പകർത്തി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഓഗസ്റ്റ് 30-ന് വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. 2024 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള കാലയളവിലെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ നൽകേണ്ടത്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം കരസ്ഥമാക്കിയ കുട്ടികളെയും ഒരു തവണ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ച കുട്ടികളെയും പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫോമിനായി ഓഫീസ് പ്രവർത്തന സമയങ്ങളിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുമായി ബന്ധപ്പെടുക. വിലാസം: ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, 2ാം നില, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ. ഫോൺ 9513130319. കേരള കളരിപ്പയറ്റ് മത്സരങ്ങളിൽ പൊതുവായ സിലബസ് രൂപപ്പെടുത്തണമെന്ന് ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരം ഓഗസ്റ്റ് 10 ഞായർ ഇരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഊട്ടുപുരയിൽ വെച്ച് നടക്കും. അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് മനയടത്ത് പ്രകാശൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ബിനു ഗുരുക്കൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സ്റ്റേറ്റ് സെക്രട്ടറി ബഷീർ ഗുരുക്കൾ മുഖ്യ അതിഥിയായിരിക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന സമ്മാനദാനം നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രഞ്ജിത്ത് സമ്മാനദാനം നിർവഹിക്കും. ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിനു ഗുരുക്കൾ, ദിവാകരൻ K ചുക്കത്ത്, വിക്രമൻ ഗുരുക്കൾ, രാജേഷ് ഗുരുക്കൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 13 അടിസ്ഥാന പരിശീലനം നൽകുന്നു. മൃഗസംരക്ഷണം പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ 049128154544 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരണം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോഴിക്കോട് സർവകലാശാല സ്വയംഭരണ പദവി അനുവദിച്ചതിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് 11 മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തുമെന്ന് ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള സഹൃദയ കോഴിക്കോട് സർവകലാശാലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച സ്ഥാപനമാണെന്നും 2025-26 അധ്യയന വർഷം മുതൽ 2034-2035 അധ്യയന വർഷം വരെയുള്ള 10 വർഷ കാലയളവിലേക്കാണ് UGC സഹൃദയയ്ക്ക് ഈ അംഗീകാരം നൽകിയിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, ഡീൻ VJ തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന HDS ലാബിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ ലാബ് മാനേജറെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും. അംഗീകൃത സർവകലാശാലകളിൽ നിന്നും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ബിരുദവും മെഡിക്കൽ ലബോറട്ടറി മേഖലയിൽ 10 വർഷം പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ രേഖകൾ, പകർപ്പുകൾ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് എന്നിവ സഹിതം ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. ഫോൺ 048722003110. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കുതിപ്പ് തുടരുന്നു, സ്വർണ്ണവിലയിൽ വർധന. സംസ്ഥാനത്ത് റെക്കോർഡ് തിരുത്തി സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് ഒറ്റയടിക്ക് 560 രൂപ വർദ്ധിച്ച് ഒരു പവന് സ്വർണത്തിന് 75,760 രൂപയായി വില. ഗ്രാമിന് ആനുപാതികമായി 70 രൂപയാണ് വർദ്ധിച്ചത്. 9,470 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ മാസം 23-ന് 75,000 കടന്ന് റെക്കോർഡിട്ട സ്വർണവില പിന്നീടുള്ള ദിവസങ്ങളിൽ താഴുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 74,000-ൽ താഴെ പോയ സ്വർണവില കഴിഞ്ഞ ദിവസം മുതലാണ് വീണ്ടും ഉയരുവാൻ തുടങ്ങിയത്. ഈ മാസം തുടക്കത്തിൽ 73,200 രൂപയായിരുന്നു സ്വർണവില. ഒരാഴ്ചക്കിടെ 2,500 രൂപയിലധികമാണ് വില കൂടിയത്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക ആവശ്യകതകളിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് സ്വർണവിലയിലെ മാറ്റത്തിന് കാരണം. അടുത്ത മാസം വിവാഹ സീസൺ ആരംഭിക്കുന്നതോടെ വില ഇനിയും കൂടുവാനാണ് സാധ്യത. വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ കേരളത്തിലെ ജ്വല്ലറികളിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് പിന്നീട് സ്വർണം സ്വന്തമാക്കാം എന്നതാണ് മുൻകൂർ ബുക്കിംഗ് വർദ്ധിക്കുവാൻ കാരണം. ബുക്ക് ചെയ്ത ദിവസത്തെ തുകയോ വാങ്ങുന്ന ദിവസത്തെ തുകയോ ഏതാണ് കുറവ് എന്ന് വെച്ചാൽ ആ തുകയ്ക്ക് സ്വർണം വാങ്ങുവാൻ സാധിക്കും. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ്
റൂട്രോണിക് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫോൺ 7994926081. തൃശൂർക്കാരി ശാസ്ത്രജ്ഞയ്ക്ക് ഫ്രഞ്ചുകാരൻ വരൻ. നാളെ കുരിയച്ചിറ സെന്റ് ജോസഫ് ദേവാലയം ഒരു അപൂർവ കല്യാണത്തിന് സാക്ഷ്യം വഹിക്കും. ചിറമൽ വർഗീസിന്റെയും ലെനി വർഗീസിന്റെയും മകളായ ഡോക്ടർ മനീഷ വർഗീസിന്റെ കഴുത്തിൽ ഫ്രഞ്ചുകാരൻ ഡോക്ടർ ജെറമി സോട്സ് മിന്നുകെട്ടും. പാരീസിൽ നിന്നും 600 കിലോമീറ്റർ അകലെയുള്ള ലോകപ്രശസ്ത സർവകലാശാലയായ ബോർദു യൂണിവേഴ്സിറ്റിയിൽ ഡോ ഒലിവറിന്റെ കീഴിൽ ഫിസിക്സിൽ ഗവേഷണം നടത്തുമ്പോഴായിരുന്നു പ്രണയം മുട്ടിട്ടത്. 2019 ഐസർ ഭോപ്പാലിൽ നിന്നും ഫിസിക്സിൽ BS MS ഡിഗ്രി നേടിയാണ് മനീഷ ഫ്രാൻസിലെ പ്രശസ്തമായ ബോർദു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി PhD അഡ്മിഷൻ നേടിയത്. ജെറമിയും ആ ബാച്ചിൽ മനീഷയോടൊപ്പം അവിടെ ഗവേഷണത്തിന് ചേർന്നു. ഒരേ വിഷയമായിരുന്നു അവർ ഗവേഷണത്തിന് തിരഞ്ഞെടുത്തത്. അങ്ങനെയിരിക്കെ ഒരു നാൾ ജെറമി അദ്ദേഹത്തിന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു. പക്ഷേ മനീഷ പറയുവാൻ മാസങ്ങളെടുത്തു. കാരണം ഡോക്ടറേറ്റ് അവളുടെ ഒരു സ്വപ്നമായിരുന്നു. ഡോക്ടറേറ്റിന്റെ ഓപ്പൺ ഡിഫൻസിന് ശേഷം ഡോക്ടർ മനീഷയായതിനു ശേഷം മാത്രമാണ് പറഞ്ഞത്. 2022 മാർച്ചിൽ മനീഷയും 2022 ഡിസംബറിൽ ജെറമിയും PhD പൂർത്തിയാക്കി. കുരിയച്ചിറ സെന്റ് പോൾ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം +2 കാൽഡിയൻ സ്കൂളിൽ എത്തിയതാണ് മനീഷയുടെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കുന്നത്. കാൽഡിയൻ സ്കൂൾ പ്രിൻസിപ്പളായ ഡോക്ടർ അബി പോൾ മുൻപ് ശാസ്ത്രജ്ഞനായി ജോലി ചെയ്ത കഥകൾ കേട്ട് ആ കുട്ടി ഭാവിയിലൊരു ശാസ്ത്രജ്ഞയാകുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പ്രേരണയാൽ ഐസറിന്റെ ദേശീയ മത്സര പരീക്ഷ എഴുതി മികച്ച വിജയത്തോടെ ഐസർ ഭോപ്പാലിൽ ഫിസിക്സിന് അഡ്മിഷൻ കിട്ടി. അപ്പോഴാണ് അടുത്ത വലിയ പ്രശ്നം. ഭാരിച്ച ഫീസ് എങ്ങനെ അടയ്ക്കും? ആ സമയത്താണ് ദൈവദൂതരായി 2 പേർ അവരുടെ വീട്ടിൽ വന്നത്. സെന്റ് പോൾ സ്കൂളിൽ മനീഷയുടെ കൂടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരണപ്പെട്ടുപോയ അവളുടെ ഉറ്റ ചങ്ങാതിയുടെ രക്ഷിതാക്കൾ മുട്ടിക്കൽ പോളും നീനയും. മകളുടെ മരണശേഷം തങ്ങളുടെ സ്വന്തം മകളെ പോലെ കണ്ട മനീഷയ്ക്ക് അവർ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. ഐസറിൽ പഠിക്കുവാനുള്ള ഫീസും ലാപ്ടോപ്പും എന്നുവേണ്ട ഫ്രാൻസിൽ ഗവേഷണത്തിന് പോകുവാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവർ എടുത്തു നൽകി. ശനിയാഴ്ച 8:30 കുരിയച്ചിറ പള്ളിയിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിൽ ജർമ്മനിയുടെ പിതാവ് എയർ ഫ്രാൻസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ലിയോണൽ സോട്സ്, പാരീസിൽ നഴ്സായ കാതറിൻ, പാരീസിൽ അധ്യാപകരായ ജെറമിയുടെ അനിയൻ റോമ, അനിയന്റെ ഭാര്യ എറിൻ എന്നിവരും അവരുടെ സുഹൃത്തുക്കളായ മറ്റ് 6 പേരും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. ജർമ്മനിയിൽ നഴ്സായ മേഘന വർഗീസ് മനീഷയുടെ ഒരു സഹോദരിയാണ്. വിവാഹശേഷം ജർമ്മനിയിലേക്ക് തിരിച്ചുപോകുന്ന ഇരുവരും വൈകാതെ ശാസ്ത്രലോകത്തേക്ക് സജീവമാകും. മണ്ണുത്തി വടക്കേത്തല പൂവത്തിങ്കൽ പൊറിഞ്ചു നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഓഗസ്റ്റ് 9 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിൽ. ഭാര്യ ടിയോ സിസിലി, മക്കൾ സിനി, സോണി, ടോണി, മരുമക്കൾ ഷാജു ഡേവിസ്, റോയ് സേവിയർ, സൈബി സൈമൺ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കിയാൽ പ്രീമിയത്തിന്റെ 3 ഇരട്ടി പിഴ ഈടാക്കും. ആവർത്തിച്ചാൽ പിഴ 5 ഇരട്ടിയും ഈടാക്കും. പുത്തൂർ പഞ്ചായത്തിലെ മുരിക്കുംപാറ ചവറാംപാടം റോഡിൽ വൻ ഗർത്തം. പൈപ്പുകൾ സ്ഥാപിക്കുവാൻ കുഴിച്ച കാനകൾ മൂടാതിരുന്നതാണ് കാരണം. ഇന്ത്യൻ സൈന്യത്തിലെ മികച്ച തൊഴിലവസരങ്ങളിലേക്ക് കേരളത്തിലെ യുവജനങ്ങളെ ഒരുക്കിയെടുക്കുവാൻ കർമ്മപദ്ധതികൾ വേണമെന്ന് മേജർ PG സ്റ്റൈജു. സംസ്ഥാനത്ത് റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില കുതിക്കുന്നത് തുടരുന്നു. 1 പവന് 560 രൂപ വർദ്ധിച്ചതോടെ പവന് 75,760 രൂപയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.